ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യൻ നിരയിലുണ്ടാകുമോ? നമുക്കറിയാം, ഏറെക്കാലമായി T20 ക്രിക്കറ്റിൽ നിന്നും കളിക്കാതെ വിട്ടുമാറി നിൽക്കുന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ. 2023 IPL ഫൈനലിന് ശേഷം അദ്ദേഹം ഒരു T20 മത്സരം പോലും ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചിട്ടില്ല. അതിനുശേഷം വന്ന ലോകകപ്പിൽ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റ് കുറേ മത്സരങ്ങൾ താരത്തിന് നഷ്ടമായിരുന്നു. പിന്നീട് അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. എന്നാൽ വീണ്ടും പരിക്കേറ്റത് മൂലം ഓസ്ട്രേലിയക്കെതിരെ അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒക്കെ നടന്ന പരമ്പരകൾ താരത്തിന് കളിക്കാൻ സാധിച്ചിരുന്ന നമുക്കറിയാം, രോഹിത് ശർമ്മ ഏറെക്കാലമായി T20 ക്രിക്കറ്റിൽ നിന്നും ഇടവേളത്തിൽ നിന്നപ്പോൾ ഇന്ത്യയുടെ ഒരു താൽക്കാലിക ക്യാപ്റ്റനായിരുന്നു ഹാർദിക് പാണ്ഡ്യ. എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും പരിക്കേറ്റ് മത്സരങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ വീണ്ടും താൽക്കാലിക ക്യാപ്റ്റന്മാരെ KL രാഹുലും സൂര്യകുമാർ യാദവുമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന പരമ്പരകളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അതിനാൽ തന്നെ ഹാർദിക്കിൻ്റെ കാര്യത്തിൽ വളരെ സംശയം നിഴലിച്ചു തന്നെ നിൽക്കുകയാണ് വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ താരത്തിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും, താരത്തിന് ഇന്ത്യൻ നിരയിൽ കളിക്കാൻ സാധിക്കുമോ എന്നത്. നമുക്കറിയാം, ഇനിയുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന അല്ലെങ്കിൽ വേൾഡ് കപ്പിന് മുൻപുള്ള അവസാന T20 പരമ്പരയാണ് അഫ്ഗാനിസ്ഥാനെതിരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മത്സരങ്ങളുടെ പരമ്പരക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴും പരുക്ക് കാരണം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ ഇടം കിട്ടിയിരുന്നില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ളത് IPL ആണ്. IPL മാർച്ച് മുതൽ മെയ് മാസങ്ങൾ വരെ നടക്കാൻ പോകുന്ന IPL. സോ ഒരു IPL-ലെ താരത്തിൻ്റെ പ്രകടനം അല്ലെങ്കിൽ താരത്തിന് IPL തിരിച്ചു വരുമോ എന്ന് പോലും നിലവിലൊരു അപ്ഡേറ്റ് ലഭ്യമല്ല. നിലവിൽ പരിക്കിൻ്റെ പിടിയിലുള്ള താരം നെറ്റ്സിൽ പരിശീലനം പോലും പുനരാരംഭിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരു താരം IPL-ലെ മാത്രം മികച്ച പ്രകടനം കൊണ്ട് വേൾഡ് കപ്പ് പോലൊരു വമ്പൻ മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യൻ നിരയിൽ അവസരം കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട താരമാണ് ശിവം ഡ്യൂബ് എന്ന സ്റ്റാർ ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടർ. അഫ്ഗാനിസ്ഥാനെതിരെ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ പരമ്പരക്കുള്ള ടീമിലിടം കിട്ടിയ ഡ്യൂബെ ശരിക്കും മികച്ച പ്രകടനമായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ കാഴ്ചവെച്ചത്. നേരിട്ട് 40 പന്തിൽ 60 റൺസ് നേടുകയും അതോടൊപ്പം തന്നെ ബോളിങ്ങിലും മികച്ച പ്രകടനമായിരുന്നു യുവതാരം കാഴ്ചവെച്ചത്. 2 ഓവർ മാത്രം എറിഞ്ഞ താരം 9 റൺസ് മാത്രമാണ് ഒരു വിക്കറ്റും നേടിയിരുന്നു. സോ അതിനാൽ തന്നെ നിലവിൽ നമുക്കറിയാം, ഹർഭജൻ സിംഗ് പോലെ അടക്കമുള്ള ലെജൻഡറി താരങ്ങൾ തന്നെ ആദ്യ മത്സരത്തിൽ ഡ്യൂബയുടെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. സോ അതിനാൽ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി വേൾഡ് കപ്പ് ടീമിലേക്ക് സർപ്രൈസ് എൻട്രി ഉണ്ടാകുമോ ശിവം ഡ്യൂബയ്ക്ക് കാത്തിരുന്നിടക്കാണ്. കാരണം ഏറെക്കാലമായി T20 ക്രിക്കറ്റിൽ കളിക്കാതിരിക്കുന്ന ഹാർദിക് പാണ്ഡ്യ അതോ നിലവിൽ നടക്കുന്ന പരമ്പര ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 5ാം കിരീടം ഉയർത്തിയപ്പോൾ ടീമിൽ അംഗമാവുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത ചെന്നൈയുടെ കിരീട പോരാട്ടത്തിൽ ഏറ്റവും നിർണായക പങ്കുവച്ച ശിവം ഡ്യൂബെ ഇപ്പോൾ ഓൾറൗണ്ടറെ ഒരു യുവതാരത്തെ വേൾഡ് കപ്പ് പോലൊരു ടീമിലേക്ക് പരിഗണിക്കും സെലക്ടർമാരെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എങ്കിലും ഹാർദിക് പാണ്ഡ്യ മടങ്ങി വരട്ടെ എന്ന് തന്നെ കാത്തിരിക്കാം നമുക്ക്.